മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മലപ്പുറം ജില്ല മാതൃകാപരമായ ഇടപെടലാണ് നടത്തിയതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ. വിവിധ വകുപ്പുകൾ മഴക്കെടുതിയിൽ സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രിയുടെ വിലയിരുത്തൽ. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അധ്യക്ഷത വഹിച്ചു. മഴക്കെടുതിയിൽ ജില്ലയിൽ 4 പേർ മരിച്ചതായും കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കളക്ടർ അറിയിച്ചു. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗതത്തിനായി തുറന്നിട്ടുണ്ട്. എന്നാൽ റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ റോഡ് താൽക്കാലികമായി അടയ്ക്കും. കഴിഞ്ഞ ആഴ്ച ജില്ലയിലാകെ 65 ചെറിയ മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്തു. അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും കളക്ടർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അനധികൃത ഖനനം തടയുന്നതിനായി പോലീസ്, റവന്യൂ, പഞ്ചായത്ത് വകുപ്പുകളുടെ സഹകരണത്തോടെ സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കും. ജിയോളജി വകുപ്പിൽ കൂടുതൽ വിദഗ്ധരെയും ഉൾപ്പെടുത്തും. പൊന്നാനിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനായതായി അധികൃതർ അറിയിച്ചു. തിരൂരങ്ങാടി താലൂക്കിലെ ചേറൂർ ചാക്കേരി അഹമ്മദ് കുട്ടി സ്മാരക GMUP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിലവിൽ 20 പേരാണ് കഴിയുന്നത്. ക്യാമ്പിൽ ഡോക്ടർമാരുടെ സേവനവും ആവശ്യമായ മരുന്നുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. സ്കൂബ ടീമും 800 അംഗ സിവിൽ ഡിഫൻസ് ടീമും പ്രവർത്തന സജ്ജമാണ്. ജില്ലാ, താലൂക്ക് തലങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും KCB സർക്കിളുകൾക്ക് കീഴിലും 24 മണിക്കൂർ കൺട്രോൾ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്കായി ഇൻഷുറൻസ് ക്യാമ്പയിനും പുരോഗമിക്കുകയാണ്. അതേസമയം മലപ്പുറത്ത് വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് 25-ന് കോട്ടക്കുന്നിൽ പരിപാടികൾക്ക് തുടക്കമാകും. പരമ്പരാഗത കലാരൂപങ്ങൾ, കലാപരിപാടികൾ, വിവിധ വകുപ്പുകളുടെ ഫ്ലോട്ടുകൾ, ഘോഷയാത്ര എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 29-ന് സമാപിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ആഘോഷ പരിപാടികൾ. ഭിന്നശേഷി വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുള്ള സമഗ്രമായ ഓണാഘോഷമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു. കൂടാതെ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ മലപ്പുറം ജില്ലയിലെ പുരോഗതിയും മന്ത്രി പി.കെ. ബഷീറിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. 4600 ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ 2084 കേസുകൾ പരിഹരിച്ചു. 358 പട്ടയങ്ങൾ വിതരണം ചെയ്തു. പൂർത്തിയാക്കാനുണ്ടായിരുന്ന 4153 ഡിജിറ്റൽ സർവേകളിൽ 2786 എണ്ണം പൂർത്തിയാക്കി. 5 വില്ലേജുകൾ സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റിയതായും 7 വില്ലേജുകൾക്ക് തറക്കല്ലിട്ടതായും അധികൃതർ അറിയിച്ചു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ വകുപ്പുകൾക്ക് ഏൽപ്പിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. പുരോഗതി വീണ്ടും വിലയിരുത്തുന്നതിനായി ഓഗസ്റ്റ് 17-ന് രാവിലെ 9-ന് ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. എന്താണ് ബ്രൈഡ്, ഇനി എപ്പ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായി എന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.